തിരുവനന്തപുരത്ത് മഴ ശക്തമായാൽ വെട്ടുകാട് നിവാസികൾക്ക് ദുരിതമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അശാസ്ത്രീയമായ ഓട നിർമ്മാണം വെള്ളക്കെട്ടിന് കാരണമാകുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ബാലനഗർ പ്രദേശത്തെ ഈന്തിവിളകം ഗ്രാമം 1 വർഷം മുമ്പ് 2 കോടി രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഇവിടെ ഓട നിർമ്മിച്ചത്. എന്നാൽ അശാസ്ത്രീയമായാണ് ഓട നിർമ്മിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനിയിപ്പോൾ മഴ വരുമ്പോൾ ഇവിടെ അത്രയും വെള്ളം പോകുന്നു. ഈ ഓട അത്രയും അടഞ്ഞിരുന്നു. ഇപ്പോൾ അവർ ഒന്ന് ഇവിടെ കുഴിച്ചു വെച്ചിട്ട് പോയി. വെള്ളം അവിടെ ഒന്നും ഇറങ്ങുന്നില്ല. വെള്ളം നേരെ വന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ വാതൊക്കെ വന്ന് അകത്തോട്ടും കയറുന്നു. വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതിന് ഞങ്ങളെ കൊണ്ട് ഒന്നിനും നിവർത്തിയില്ല. ബാലനഗർ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടാണ് വേളി പെരുമാതുറ റോഡിലും കോർപ്പറേഷൻ റോഡിലും നഗരസഭ ഓട നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാണ് ഇവിടെ ഓട നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഓട നിർമ്മിച്ച് അത് വലിയ വരമ്പിൽ തോടിൽ കൊണ്ടെത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓട നിർമ്മിക്കുമ്പോൾ 130ഓളം കമ്പനികളുണ്ട്. ഈ കമ്പനികളിലെ മഴവെള്ളം മാത്രമാണോ ഈ ഓടയിൽ കൂടെ വരാൻ പോകുന്നത്, അതോ വ്യവസായ വകുപ്പിലെ ഇവരുടെ മലിനജലവും അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ജലവും ഇതിൻ്റെ വേസ്റ്റ് വെള്ളവും എല്ലാം ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന മറ്റൊരു പ്രദേശമാണ് മാധവപുര ഗ്രാമം. 2017-18 കാലഘട്ടത്തിൽ ശിവകുമാർ MLA ഫണ്ട് ഉപയോഗിച്ച് ഓട നിർമ്മിക്കാൻ തുടങ്ങി. നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് മേയർക്ക് പരാതി കിട്ടിയതോടെ നിർമ്മാണം പാതി വഴിയിലുമായി. ഒരു നേരം പെയ്യുന്ന ചെറിയ മഴ മാത്രം മതി വെട്ടുകാട് വാർഡിലെ പ്രദേശങ്ങളെല്ലാം മുങ്ങാൻ. ഇനി നിർത്താതെയുള്ള മഴയാണെങ്കിൽ പറയുകയേ വേണ്ട. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.